നിന്നെ ആരെങ്കിലും പുറകെ നടന്ന് അപമാനിക്കുന്നോ? എന്താ കാരണം? നീ അവന്റെ മുമ്പിലായതുകൊണ്ടാ. നിന്നെ ആരെങ്കിലും പുറകിലൂടെ കുത്തുന്നോ? നിന്നെ ആരെങ്കിലും പുറകിലൂടെ വേദനിപ്പിക്കാൻ വരുന്നോ? വേറെ ഒന്നുമല്ല, അവൻ പുറകിൽ നിന്ന് കുത്തുന്നത് നീ മുന്നിലായത് കൊണ്ടാണ്. നിന്നെ മുന്നിൽ നിന്ന് പുറകിലാക്കാൻ അവൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും ആയിസി നടക്കുകയല്ല, ആയിസി. കാരണം നിന്റെ മേൽ കിടക്കുന്നത് തമ്പുരാന്റെ അഭിഷേക. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അപമാനിക്കുന്നവന്റെയും എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെയും കൈക്കില്ലാത്ത കരുത്ത്, കുരുടന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് നസ്രായന്റെ കൈക്കുണ്ടായിരുന്നു. എറിയുന്നവൻ എല്ലാ കാലവും എറിയാനേ അറിയുള്ളൂ. പക്ഷെ എറിയുന്നവൻ അറിയാത്തത് ചിലത് നിനക്കറിയാം. ചില മണിക്കൂറുകളുടെ, ചില മിനിറ്റുകളുടെ പ്രതികൂലത്തിലൂടെ കടന്നുപോയ യേശു ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുകയാണ്. നിങ്ങൾ ആ രംഗം ശ്രദ്ധിക്കുന്നോ? സാക്ഷ്യമില്ലാത്തവനെന്ന് വിളിച്ചവരവിടെ നിപ്പുണ്ട്. വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞവരവിടെയുണ്ട്. ഭൂതമുണ്ടെന്ന് വിളിച്ചവരുണ്ട്. അപമാനിച്ചവരുണ്ട്. ശമര്യനെന്ന് പറഞ്ഞവരുണ്ട്. പക്വതയില്ലാത്തവനെന്ന് പറഞ്ഞവരുണ്ട്. എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോഴും അവന്റെ കയ്യിൽ എത്ര കല്ലുണ്ടെന്നല്ല യേശു നോക്കിയേ, ആർക്കെങ്കിലും വിടുതൽ വേണോന്നാ. മനസ്സിലായില്ലല്ലേ? എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കല്ലെണ്ണാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്, അന്ധന്റെ കണ്ണു തുറക്കാനാണ് എന്ന ബോധ്യവനുണ്ടായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. നിന്റെ സാഹചര്യത്തിലേക്കല്ല, നിന്റെ ചുറ്റും നിന്നെ വെല്ലുവിളിക്കുന്നവരിലേക്കല്ല നീ നോക്കേണ്ടത്, നിന്നിൽ കിടക്കുന്ന അഭിഷേകത്തിലേക്കും വിളിയിലേക്കും നീ നോക്കുക. അതിനെ ഓവർകം ചെയ്യാൻ ഒരു ശക്തികൾക്ക് കഴിയില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു വർഷങ്ങളുടെ പ്രതിസന്ധിയെ നേരിടുന്നവനെ കാണുകയാണ്. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ, മണിക്കൂറുകളുടെ അപമാനങ്ങളിലൂടെ നടക്കുന്ന നസ്രായൻ ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുകയാണ്. ഇന്ന് പകൽ നിന്നോട് ദൈവമാവ് അറിയിക്കുന്നു, ചില മാസങ്ങളുടെ, മണിക്കൂറുകളുടെ പ്രതികൂലത്തെ നീ വ്യക്തിപരമായി നേരിട്ടെങ്കിൽ നിന്നിലൂടെ വർഷങ്ങളായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും.